ഇന്ന് ലക്ഷോപലക്ഷം വരുന്ന ആനപ്രേമികളുടെയും ഉത്സവക്കമ്പക്കാരുടെയും മനസ്സുകളിൽ ലക്ഷണ തിരുവുകളുടെ പ്രതിപുരുഷൻ എന്ന വിശേഷണവും പേറി പരിലസിക്കുകയാണ് കോങ്ങാട് കുട്ടിശങ്കരൻ. അമ്പലത്തിന്റെ ആനയാണെന്ന വിവേചനം ഏതുമില്ലാതെ ജാതി മതഭേദമന്യേ മുഴുവൻ കോങ്ങാട്ടുകാരുടെയും അഭിമാന പ്രതീകമാണ് ഇത്. ഇത് കണ്ട ആന എന്ന് ഓരോ ചലനത്തിലും ഓരോ നോട്ടത്തിലും നമ്മെ ഓർമ്മപ്പെടുത്തുന്ന കുട്ടിശങ്കരൻ കാഴ്ചയിൽ മാത്രമല്ല സ്വഭാവത്തിലും എല്ലാം തികഞ്ഞ ഒരാനയാണ്. ആരടാ എന്തടാ എന്നൊരു ധാർഷ്ട്യം കുട്ടിശങ്കരന്റെ കൂടപ്പുറത്താണ്. ഏത് കുട്ടിക്കും ഒരു പൂച്ചക്കുട്ടിയെ കൊണ്ട് നടക്കുന്ന പോലൊക്കെ കൈകാര്യം ചെയ്യാമെന്നും പറഞ്ഞ് അവന്റെ നേരെ കുട്ടിക്കളിക്ക് ചെന്നാൽ കുട്ടിശങ്കരന്റെ തരം മാറും. അമ്മാതിരി കുട്ടിക്കളിക്കൊന്നും എന്നെ നോക്കണ്ട. അതിനൊക്കെ മനുഷ്യരെ കണ്ടാൽ പേടിച്ച് മൂത്രമൊഴിക്കുന്ന വല്ല രണ്ടും കെട്ട ആനപ്പിറപ്പുകൾ ഉണ്ടാവും. അവരുടെ അടുത്ത് മതി അത്തരം കലാപരിപാടികൾ എന്നാവും ഇവന്റെ മനസ്സും മറുപടി. അതുകൊണ്ട് തന്നെ ഇവന്റെ ഉടമകളായ ഇളമുറക്കാരും ഒരു പരിധിക്കപ്പുറം ഇവനോട് കൊഞ്ചാനും കുഴയാനും ഒന്നും നിൽക്കാറില്ല. വെള്ളവും തീറ്റയുമാണ് ഈ വമ്പരിൽ മുമ്പന്റെ ഒരു പ്രധാന വീക്ക്നെസ്. വല്ലപ്പോഴുമെങ്കിലും കോങ്ങാട് കുട്ടിശങ്കരൻ ഇടയാറുള്ളതും മുൻപിൻ നോക്കാതെ അപ്പപ്പോഴത്തെ ചൂടിന് കലാപകാരിയാകുന്നതും കൂടുതലും ഈ പ്രശ്നത്തിന്റെ പേരിലാവും. കോങ്ങാട് തിരുമാന്താംകുന്ന് ദേവിയാണ് ഈ ആനച്ചന്തത്തിന്റെ യഥാർത്ഥ ഉടമയെങ്കിലും ക്ഷേത്രം ട്രസ്റ്റിയായ മൊടപ്പിലാപ്പള്ളി മനയിൽ വാസുദേവൻ നമ്പൂതിരിയും മക്കളുമാണ് ഇന്ന് ഇവന്റെ കാര്യക്കാരും ചുമതലക്കാരും. ഈ കോങ്ങാട് കുട്ടിശങ്കരൻ ഇത്രയും പ്രസിദ്ധപ്പെട്ട് നേരെയാവാൻ പ്രധാന കാരണം പുലാവന്തോൾ മൂസാണ്. അദ്ദേഹമാണ് ആനയ്ക്ക് ചികിത്സ നടത്തിയിരിക്കുന്നത്. അദ്ദേഹം വേണ്ട ചികിത്സകളൊക്കെ അദ്ദേഹം ആ പ്രാഥമിക കാലത്തൊക്കെ ചികിത്സകളൊക്കെ നടത്തിയിരിക്കുന്നത്. ആന ഇരുത്തിയപ്പോ മേലൊക്കെ ഈ മുതര പോലെ ഒരു ജാതി തരിപ്പ് മേലെ മുഴുവൻ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആന ഇരുത്തി കഴിഞ്ഞപ്പോ ചോദിച്ചു, അന്ന് വൈദ്യരത്നത്തിന്റെ സണ്ണിലാണ് അന്ന് വന്നത്, ഈ ആവശ്യത്തിന് വേണ്ടി വന്നത്. അതെ, ഞാൻ നോക്കിയാൽ സാറില്ല. ഈ ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട് വന്നിട്ടുള്ളതാണ്. കാട്ടിലുള്ള ജീവിതം വിട്ടിട്ട് നാട്ടിലുള്ള ജീവിതത്തിൽ വന്നതുകൊണ്ട് വന്നിട്ടുള്ള ഇതൊരു പേടിക്കാനൊന്നുമില്ല. അതൊരു 10 ദിവസം കൊണ്ടൊക്കെ മാറ്റാം ചെയ്താവെന്ന് പറഞ്ഞു. അദ്ദേഹം എന്താ മരുന്ന് തോന്നുന്നില്ല, ഒരു 4-5 കൂട്ടം മരുന്നിട്ടിട്ട് എണ്ണയും നല്ലെണ്ണയും വേപ്പെണ്ണയും ഈ വെളിച്ചെണ്ണയും കൂടി സമം ചേർത്തിട്ട് അത് ഇതിലിട്ട് മൂപ്പിച്ചിട്ട് മേല് തേപ്പിക്കാൻ പറഞ്ഞു. മേല് മുഴുവൻ തേപ്പിച്ച് നിർത്തുക. അത് കഴിഞ്ഞ് കല്ലിൽ ഉരയ്ക്കാൻ തുടങ്ങിയിട്ട് ആ കല്ലിൽ അല്ലെങ്കിൽ ചകിരി നല്ലോണം മുറിച്ച് ചകിരി അതാ ദിവസം മാറണം, വെള്ളത്തിൽ കിടത്തി തുടയ്ക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ 4 ദിവസം തുടച്ചപ്പോൾ അന്ന് കല്ലിൽ ഉരയ്ക്കാൻ തുടങ്ങിയിട്ടില്ല. 4 ദിവസം കിടത്തി തുടച്ചപ്പോൾ ഒക്കെയാണ് പരിപാലിച്ചു. അങ്ങനെ ഉണങ്ങി തീരും. അതൊരു ചെറിയ കുട്ടിയാകുന്ന അവസരത്തില് നടന്നു പോകുമ്പോൾ വരമ്പ് ഇടിഞ്ഞിട്ട് ഒരു കുണ്ടിൽ ചാടി അതിന്റെ വാരിയലിനെ കുറച്ച് സൂക്കട് പറ്റുണ്ടായി. അതെങ്ങനെ പറ്റിയെന്ന് ആനക്കാളിൽ ചോദിച്ചപ്പോൾ സാറില്ല, അത് വരമ്പെന്ന് വഴിക്കിയതാണെന്നൊക്കെ പറഞ്ഞു. അത് നടക്കാൻ കൂട്ടാക്കില്ല. പുറത്തു പോകുമ്പോഴേ അത് മൂസിന്റെ ഒരു ചികിത്സ കൊണ്ടാണ് നടക്കാറായത്. മൂസിന്റെ അടുത്തുള്ള ഒരു ഉഴിച്ചിൽക്കാരുണ്ടായിരുന്നു. അയാൾ വന്നിട്ട് അയാളുടെ ഉഴിച്ചിലുണ്ടായി. ആ ഉഴിച്ചിൽ കൊണ്ടാണ് ചെയ്യപ്പെട്ടത്. മാറി അയാൾ വന്ന് തൊട്ട് നോക്കിയപ്പോ മനസ്സിലാക്കി ഇന്നേക്കിലാണ്. അവിടെ അയാൾ നാളികേരം കൊണ്ട് ഇടിച്ചപ്പോ ആന കയ്യിലോട്ടു. തീർച്ചയായും ഇവിടെ തന്നെയാണ്. എന്നിട്ട് എണ്ണ തേപ്പിച്ച് നിർത്തിയിട്ട് പന്തി കെട്ടിയിട്ട് എണ്ണ തേപ്പിച്ച് നിർത്തിയിട്ട് ആ ഭാഗത്ത് 3 ആള് കയറി ഇരുന്നിട്ട് നാളികേരം കൊണ്ട് ഉഴിയ. ആ ട്രീറ്റ്മെന്റ് കഴിഞ്ഞതിന് ശേഷം ആനയ്ക്ക് ആ സുഖം തോന്നിയിട്ടില്ല. അന്നത്തെ ആ വീഴ്ചയുടെ ബാക്കിപത്രമാവാം ആനപ്പുറത്ത് ആളെ കയറ്റി വിടാനായാലും തിടമ്പേറ്റുവാനായാലും ഭൂമിയോളം തലകുനിക്കാൻ കുട്ടിശങ്കരന് മടിയാണ്. തന്റെ എല്ലാമായ കോങ്ങാട് ഭഗവതിയുടെ തിടമ്പേറ്റുവാങ്ങുന്ന സന്ദർഭമൊഴിച്ച്
മറ്റൊരിടത്തും ഇവൻ ഇത്ര കണ്ട് വിനീത വിധേയനാവാറുമില്ല. നടക്കിരുത്തുമ്പോൾ മാധവനായിരുന്നു പാപ്പാൻ. കുട്ടപ്പയാണ് ഏറ്റവും അധികം കാലം കുട്ടിശങ്കരന്റെ കൂട്ടായി നടന്നിട്ടുള്ളത്. ഇന്നത്തെ പാപ്പാനായ മോഹനൻ കഴിഞ്ഞ 15 വർഷമായി കൂടെയുണ്ട്. രണ്ടാം പാപ്പാനായ വേലായുധൻ 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും എത്തിയിരിക്കുന്നു. ആന ഓടി ബഹളമുണ്ടാക്കുമ്പോഴും ആനപ്പുറത്തു നിന്നും വീഴാതെ അള്ളിപ്പിടിച്ചിരിക്കുന്നതിൽ വിദഗ്ധനായതിനാൽ ഉടുമ്പ് എന്ന പേരിൽ അറിയപ്പെടുന്ന അയ്യപ്പൻ 3-ാം പാപ്പാൻ.